ഇന്ന് രാവിലെ കണ്ണു തുറന്നയുടനെ നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായി മാറുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ താങ്ക് യു എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചവുമായി ബന്ധിക്കപ്പെടുന്നു. പ്രപഞ്ചം അത് കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ വീഡിയോ വെറുമൊരു വാക്കുകളുടെ ശേഖരമല്ല, ഇത് പ്രപഞ്ചവുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ഊർജ്ജത്തെ ഉണർത്തുന്ന ഒരു മന്ത്രമാണിത്. എല്ലാ ദിവസവും രാവിലെ ഇത് കേൾക്കുക. വെറും 7 ദിവസത്തിനുള്ളിൽ മാറ്റം അനുഭവിക്കുക. ശക്തമായ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്. 1. ഒരു പുതിയ ദിവസത്തിനായി ഇന്ന് ഉണരാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. പുതിയ ചിന്തകളോടെയും പുതിയ തുടക്കത്തോടെയും പുതിയ ഊർജ്ജത്തോടെയും ജീവിക്കാനുള്ള അവസരം. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എനിക്കിന്ന് വീണ്ടും ഒരു അവസരം ലഭിച്ചു എന്നാണ്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് മീ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. 2. എനിക്കുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ശ്വാസം, എന്റെ ജീവിതം. പലരും ആശുപത്രികളിലാണ്, ചിലർക്ക് നടക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു, ആരോഗ്യവാനാണ്, ശ്വസിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. താങ്ക് യു യൂണിവേഴ്സ്. 3. നന്ദി, എനിക്ക് ശരിക്കും ആവശ്യമായതെല്ലാം നൽകിയതിന്. എല്ലാ ആഗ്രഹങ്ങളും സഫലമായില്ലായിരിക്കാം, പക്ഷേ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടു. ഓരോ വഴിത്തിരിവിലും വഴി എളുപ്പമാക്കുന്ന എന്തെങ്കിലും എനിക്ക് ലഭിച്ചു. എന്താണോ സംഭവിച്ചത് അത് നടക്കേണ്ടതായിരുന്നു, അത് എന്റെ വളർച്ചയ്ക്കും വേണ്ടിയായിരുന്നു. 4. എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എന്റെ ജീവിതത്തിലെ എല്ലാ പാഠങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ചിലർ എന്നെ പിന്തുണച്ചു, ചിലർ എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു. രണ്ടും എന്റെ ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ എന്നെ പഠിപ്പിച്ചവർക്കും ഞാൻ നന്ദി പറയുന്നു. 5. എന്നെ ശക്തനാക്കിയ ഓരോ പ്രതിസന്ധിക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നില്ല. കാരണം ഓരോ പോരാട്ടത്തിന് പിന്നിലും എന്നെ ശക്തനാക്കാനുള്ള പ്രപഞ്ചത്തിന്റെ പദ്ധതിയുണ്ടായിരുന്നു. നന്ദി പറയാൻ പഠിച്ചാൽ ഓരോ വേദനയും ഒരു ശക്തിയായി മാറുമെന്നെനിക്കിപ്പോൾ അറിയാം. 6. എന്നിലേക്ക് വരുന്ന ഓരോ അവസരത്തിനും ഞാൻ നന്ദി പറയുന്നു. പ്രപഞ്ചം എനിക്കായി വഴികൾ തുറക്കുന്നു. ഓരോ പുതിയ ദിവസത്തിലും പുതിയ അവസരങ്ങൾ വരുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ അവയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ തയ്യാറാണ്, പ്രപഞ്ചം എന്നെ ഒരുക്കുന്നുമുണ്ട്. 7. നന്ദി, എന്റെ പക്കലുള്ള പണത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും. എനിക്കുള്ള സമ്പത്തിനും നന്ദി, എന്റെ ഏറ്റവും വലിയ സമ്പത്തായ ആരോഗ്യത്തിനും നന്ദി. കാരണം ഇവയാണ് സന്തോഷകരമായ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം. 8. എല്ലാ ദിവസവും ഓരോ നിമിഷവും പ്രപഞ്ചം എനിക്ക് സമൃദ്ധമായി നൽകുന്നു. സ്നേഹം, ഊർജ്ജം, വിജയം, സമൃദ്ധി. യാതൊരു തടസ്സവുമില്ലാതെ തുറന്ന ഹൃദയത്തോടെ ഇവയെല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രപഞ്ചം എനിക്കായി അയക്കുന്ന എല്ലാ ഊർജ്ജങ്ങൾക്കും ഞാൻ എന്നെ തന്നെ തുറന്നുകൊടുക്കുന്നു. 9. ഞാൻ എന്റെ വർത്തമാനകാലത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും അതിൽ നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും എങ്ങനെയെല്ലാമാണെങ്കിലും ഇതാണ് എന്റെ ജീവിതം, ഞാൻ അതിനെ സ്നേഹിക്കുന്നു. ഞാൻ പരാതിപ്പെടുന്നില്ല, കാരണം വർത്തമാനകാലമാണ് എന്റെ ഏറ്റവും വലിയ ഗുരു എന്ന് എനിക്കറിയാം. 10. താങ്ക് യു യൂണിവേഴ്സ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എനിക്ക് കാണിച്ചു തന്നതിന്. ഓരോ ദിവസവും ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനിച്ചതൊരു കാരണത്തിനാണെന്നും ആ ലക്ഷ്യത്തിലേക്ക് പ്രപഞ്ചം എന്നെ നയിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. താങ്ക് യു ഫോർ ദ ഡിവൈൻ ക്ലാരിറ്റി ആൻഡ് വിഷൻ. 11. എന്റെ യാത്രയുടെ ഭാഗമായ ഓരോ വ്യക്തിക്കും ഞാൻ നന്ദിയുള്ളവനാണ്. നല്ലതോ ചീത്തയോ ആകട്ടെ, ഓരോ ബന്ധവും ഓരോ കണ്ടുമുട്ടലും ഓരോ വിടവാങ്ങലും എല്ലാം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി സംഭവിച്ചതാണ്. എല്ലാവരും എന്റെ ആത്മാവിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. 12. ഓരോ ചെറിയ കാര്യത്തിലും ഞാൻ സന്തോഷവും കൃതജ്ഞതയും കാണുന്നു. സൂര്യപ്രകാശം, കാറ്റിന്റെ കുളിർമ, ചായയുടെ ചൂട്. ഈ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥ ജീവിതം എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും ഈ നിമിഷങ്ങളിൽ ജീവിക്കാനും അവ ആസ്വദിച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയാനും ഞാൻ പഠിക്കുകയാണ്. 13. താങ്ക് യു ഫോർ ദ മിറക്കിൾസ് ദാറ്റ് ആർ ഓൾറെഡി ഓൺ ദെയർ വേ. അതെ, പതുക്കെ പതുക്കെ എന്നിലേക്ക് വരുന്ന അത്ഭുതങ്ങൾ എന്റെ വഴിയിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തയ്യാറാണ്. വരാനിരിക്കുന്ന എല്ലാ സമ്മാനങ്ങൾക്കും ഞാൻ പ്രപഞ്ചത്തോട് ഇപ്പോൾ തന്നെ നന്ദി പറയുന്നു. 14. ഞാൻ തുറന്ന ഹൃദയത്തോടെ എല്ലാം സ്വീകരിക്കുന്നു. എല്ലാം നൽകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വാങ്ങുന്നവൻ മാത്രമല്ല, കൊടുക്കുന്നവനാകാനും ആഗ്രഹിക്കുന്നു. സ്നേഹം, പണം, സഹായം, ഊർജ്ജം. എനിക്ക് ലഭിക്കുന്നതെന്തും മറ്റുള്ളവരുമായി പങ്കിടാൻ ഞാൻ തയ്യാറാണ്. 15. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ മാന്ത്രിക വിദ്യയെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ ദിവസവും ഈ മാന്ത്രിക വിദ്യ ചെയ്യുന്നു. ഞാൻ താങ്ക് യു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം പുഞ്ചിരിക്കുന്നു.
എനിക്ക് ചുറ്റുമുള്ള ഊർജ്ജം മാറുന്നു, തുടർന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ചുനേരം കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഫീൽ ദ ഷിഫ്റ്റ്, ഫീൽ ദ സൈലൻസ്, ഫീൽ ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും രാവിലെ ഈ വീഡിയോ കേൾക്കുക, എല്ലാ രാത്രിയിലും ഇത് ആവർത്തിക്കുക. കാരണം നന്ദി പറയുന്നവന്റെ ഭാഗ്യം മാറും. നിങ്ങൾ എല്ലാ ദിവസവും താങ്ക് യു പറയാറുണ്ടാകാം, എന്നാൽ ഈ 5 രീതികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഫർമേഷൻസ് വെറുതെ കാറ്റിൽ അലിഞ്ഞുപോകുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചം നിങ്ങളെ കേൾക്കണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 5 രീതികൾ അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയേണ്ട 5 ശക്തവും ഫലപ്രദവുമായ രീതികൾ എല്ലാ കാഴ്ചക്കാരും അറിഞ്ഞിരിക്കണം. അല്ലാത്തപക്ഷം വെറുതെ കേൾക്കുന്നതുകൊണ്ട് ഒന്നും മാറില്ല. 1. വെറുതെ പറയരുത്, പൂർണ്ണ ഹൃദയത്തോടെ അനുഭവിക്കുക. നന്ദി വെറും വാക്കുകളിൽ നിന്നല്ല, അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു വെറും വാചകമായി കാണരുത്. അതിന് പിന്നിലെ വികാരം അനുഭവിക്കുക. നിങ്ങൾ നന്ദി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. ആരോഗ്യമുള്ള ശരീരം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്നേഹമുള്ള കുടുംബം, വിജയം. ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ആത്മാവോളം അനുഭവിക്കുക. ഓർക്കുക, വാക്കുകൾ പ്രപഞ്ചത്തിലെത്തുന്നു, എന്നാൽ വികാരങ്ങൾ പ്രപഞ്ചത്തെ ഇളക്കിമറിക്കുന്നു. 2. എല്ലായ്പ്പോഴും വർത്തമാനകാലത്തിൽ അഫർമേഷൻസ് പറയുക. പലരും അറിയാതെ തെറ്റുകൾ വരുത്തുന്നു. എനിക്ക് സമ്പന്നനാകണം, എനിക്ക് വിജയിക്കണം എന്നവർ പറയുന്നു. എന്നാൽ ഇതിലൂടെ നിങ്ങൾക്കതില്ല എന്ന സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുപോകുന്നു. ശരിയായ രീതി ഇതാണ്: ഞാൻ സമ്പന്നനാണ്, ഞാൻ വിജയിച്ചു, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ വർത്തമാനകാലത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. മനസ്സ് വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം വഴങ്ങുന്നു. 3. കണ്ണാടിയിൽ കണ്ണിൽ നോക്കി അഫർമേഷൻസ് പറയുക. ഇത് വളരെ ആഴത്തിലുള്ളതും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. ഇതിനെ മിറർ ടെക്നിക് എന്ന് വിളിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നിങ്ങളെത്തന്നെ നോക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക: ഞാൻ യോഗ്യനാണ്, ഞാൻ പ്രപഞ്ചത്തിന് പ്രിയപ്പെട്ടവനാണ്, എനിക്കെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നർ സെൽഫ് ഡൗട്ട് തകരുകയും ആത്മവിശ്വാസം ഉണരുകയും ചെയ്യുന്നു. കണ്ണാടി ഒരിക്കലും കള്ളം പറയില്ല. യഥാർത്ഥ നന്ദിയോടെ നിങ്ങൾ സ്വയം നോക്കിയാൽ നിങ്ങളുടെ ഊർജ്ജത്തിൽ മാറ്റം ഉറപ്പാണ്. 4. നിങ്ങളുടെ ശ്വാസവുമായി അഫർമേഷൻസ് യോജിപ്പിക്കുക. അഫർമേഷൻസ് പറയാൻ തുടങ്ങുമ്പോൾ വെറുതെ വേഗത്തിൽ ആവർത്തിക്കരുത്. ഓരോ വാചകത്തിനും മുമ്പ് ഒരു ദീർഘനിശ്വാസം എടുക്കുക. ആ വാക്ക് പതുക്കെ, സ്നേഹത്തോടെ, ഊർജ്ജത്തോടെ പറയുക. ഉദാഹരണത്തിന്, ദീർഘമായി ശ്വാസമെടുക്കുക, ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാണ് എന്ന് പറയുക, എന്നിട്ട് ശ്വാസം പുറത്തുവിടുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല, ആ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും പ്രവേശിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുമായി ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ അഫർമേഷൻസ് പ്രവർത്തിക്കൂ. 5. എല്ലാ ദിവസവും ഒരേ സമയം പറയുക, കാരണം കൺസിസ്റ്റൻസി ആസ് മിറക്കിൾ. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് അഫർമേഷൻസ് ചെയ്യുന്നവരോട് പ്രപഞ്ചം കൂടുതൽ ആഴത്തിൽ പ്രതികരിക്കുന്നു. ഊർജ്ജം ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് രാവിലെ ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗിനായി തുറന്നിരിക്കുമ്പോൾ ചെയ്യാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് വെറും 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്യുക. 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകളും സാഹചര്യങ്ങളും ജീവിതവും മാറും. സ്ഥിരത ചെറിയ ചുവടുകളെ അത്ഭുതങ്ങളാക്കി മാറ്റുന്നു. നിങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തിൽ പ്രതിധ്വനിക്കുന്നു, എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രപഞ്ചത്തെ മാറ്റുന്നത്. ഓരോ അഫർമേഷനും, ഓരോ നന്ദിയും, ഓരോ വാക്കും പൂർണ്ണ വികാരങ്ങളോടെ പറഞ്ഞാൽ പ്രപഞ്ചം വഴങ്ങും, ഭാഗ്യം മാറും. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാനും നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും പ്രപഞ്ചവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും ഓരോ ആത്മീയ വ്യക്തിയും ആഗ്രഹിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകാനും കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ സമാധാനവും വിജയവും വേണമെങ്കിൽ ഈ 10 ആഴത്തിലുള്ള നേട്ടങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. 1. ആത്മാവിന്റെ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ. ഹൃദയപൂർവ്വം നിങ്ങൾ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള നെഗറ്റീവ് ചിന്തകൾ, അസൂയ, ഭയം, വിദ്വേഷം എന്നിവയുടെ ഭാരം പതുക്കെ മാഞ്ഞു തുടങ്ങുന്നു. പുതിയൊരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ നിറയുകയും നിങ്ങളുടെ ആത്മാവിന് ഒരു പുതിയ ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് മാനസികമായി മാത്രമല്ല, ആത്മീയമായും നിങ്ങളെ ഭാരം കുറഞ്ഞതാക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. 2. പ്രപഞ്ചവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നു, സ്ട്രോങ്ങർ കണക്ഷൻ വിത്ത് ദ യൂണിവേഴ്സ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുമ്പോൾ പ്രപഞ്ചവുമായി ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളെ വേറിട്ട ഒരു അസ്തിത്വമായല്ല, മറിച്ച് ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി നിങ്ങൾ കണക്കാക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടെന്നും
ഈ അനന്തമായ ഊർജ്ജത്തിന്റെ ഭാഗമാണ് നിങ്ങളെന്നും ഈ നന്ദിയുടെ വികാരം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ ബന്ധം നിങ്ങളുടെ ആത്മാവിന് സമാധാനവും സംതൃപ്തിയും നൽകുന്നു. 3. ആത്മീയ ഉണർവ്, സ്പിരിച്വൽ അവേക്കനിംഗ്. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഉണർവ് സൃഷ്ടിക്കുന്നു. ഓരോ ദിവസവും നന്ദിയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ അവയർനെസ്, കോൺഷ്യസ്നസ്, ഇന്നർ വിസ്ഡം എന്നിവ വർദ്ധിക്കുന്നു. നിങ്ങൾ മുമ്പ് അവഗണിച്ചിരുന്ന ആത്മീയ സത്യങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ കാണാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ആത്മാവിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു അത്ഭുതകരമായ മാറ്റമാണ്. 4. കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ക്ലെൻസിംഗ് ഓഫ് കാർമിക് ബാഗേജ്. യഥാർത്ഥ കൃതജ്ഞത നിങ്ങളുടെ പഴയ കർമ്മബന്ധനങ്ങളെ അഴിച്ചുമാറ്റുന്നു. നിങ്ങളുടെ മുൻകാല കർമ്മങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുന്നതുപോലെ നിങ്ങളുടെ എനർജി ഫീൽഡ് ഭാരം കുറഞ്ഞതും ശുദ്ധവുമാകുന്നു. കർമ്മങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്നതിനൊപ്പം നന്ദി നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 5. സ്വയം അംഗീകരിക്കൽ, സെൽഫ് അക്സെപ്റ്റൻസ്. ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇത് ആത്മാവിന് ആഴത്തിലുള്ള സമാധാനവും സംതൃപ്തിയും നൽകുന്നു. സ്വയം ബഹുമാനിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും സ്വയം അംഗീകരിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നു. 6. ആത്മീയ ഊർജ്ജത്തിന്റെ വികാസം, എക്സ്പാൻഷൻ ഓഫ് സ്പിരിച്വൽ ഓറ. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങളുടെ ഓറയെ ശക്തിയും ആകർഷണവും കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നു. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ സ്വാധീനിക്കുക മാത്രമല്ല, നല്ല ആളുകളെയും അവസരങ്ങളെയും സമാധാനപരമായ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഊർജ്ജം നിങ്ങളെ ജീവിതത്തിൽ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. 7. മനസ്സ് ശുദ്ധവും ശാന്തവുമാകുന്നു, മെന്റൽ ക്ലാരിറ്റി ആൻഡ് പീസ്. നന്ദി പരിശീലിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ശുദ്ധീകരിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. മെഡിറ്റേഷൻ പോലെ തന്നെ നന്ദി മനസ്സിലെ ക്ലട്ടർ കുറയ്ക്കുകയും നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ശാന്തവും സന്തുലിതവുമാകുന്നു. 8. ഒരു സാക്ഷിയായി മാറുന്നു, യു ബിക്കം ദ വിറ്റ്നസ്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങൾക്ക് ഒരു സാക്ഷിയാകാനുള്ള ശക്തി നൽകുന്നു. നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഒരു പാഠമായി കാണാൻ തുടങ്ങുന്നു. ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തെയും അല്ലെങ്കിൽ പ്രശ്നത്തെയും നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഈ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ കൂടുതൽ ശാന്തവും സ്ഥിരവുമായി തുടരുന്നു. 9. ദിവ്യമായ അടയാളങ്ങൾ ലഭിക്കുന്നു, യു സ്റ്റാർട്ട് റിസീവിംഗ് ഡിവൈൻ സൈൻസ്. നിങ്ങൾ നന്ദിയുടെ ഊർജ്ജത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സിൻക്രോണിസിറ്റീസ് അഥവാ ഒരേപോലുള്ള സംഭവങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്, ഏഞ്ചൽ നമ്പേഴ്സ്, ഗട്ട് ഫീലിംഗ്സ് എന്നിവ വരാൻ തുടങ്ങുന്നു. ഈ അടയാളങ്ങൾ നിങ്ങളെ നയിക്കുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു, കൂടാതെ ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവിലും പ്രപഞ്ചത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് അനുഭവപ്പെടുത്തുന്നു. 10. ആത്മാവിന് ദിശ ലഭിക്കുന്നു, യുവർ സോൾ ഫൈൻഡ്സ് ഇറ്റ്സ് പാത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങളുടെ ജീവിതപാതയെ വ്യക്തമാക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുന്നു. അത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. ഈ ദിശ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ അതിന്റെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ 10 ആത്മീയ നേട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും വിജയവും സംതൃപ്തിയും കണ്ടെത്താനാകും. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസിന്റെ ശക്തി മനസ്സിലാക്കി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു പുതിയ തലത്തിലെത്തും. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയും പ്രപഞ്ചവുമായി ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും പോസിറ്റിവിറ്റിയും ദിവ്യമായ മാർഗനിർദ്ദേശവും കൊണ്ടുവരുന്നു. അതിനാൽ എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായി സമ്പന്നമാക്കുകയും ചെയ്യുക. വളരെ ദരിദ്രനായ ഒരു ഗ്രാമീണ ബാലന് തന്റെ നന്ദിയുടെ ശക്തിയിലൂടെ എല്ലാം മാറ്റാൻ കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അവന്റെ കഥ കേട്ടാൽ നന്ദി മാനസിക സമാധാനം മാത്രമല്ല, ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങളും വിശ്വസിക്കും. നന്ദിയുടെ ശക്തി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ആര്യൻ എന്നു പേരുള്ള ഒരു കുട്ടി താമസിച്ചിരുന്നു. ആര്യൻ ദരിദ്രനായിരുന്നു, പക്ഷേ അവന്റെ കണ്ണുകളിൽ മറ്റാരിലുമില്ലാത്ത ഒരു തിളക്കമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. അവന്റെ സന്തോഷത്തിന്റെ രഹസ്യം നന്ദിയായിരുന്നു. ആര്യന് സ്വന്തമായി വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും തന്റെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങൾക്ക് അവൻ എപ്പോഴും നന്ദിയുള്ളവനായി ജീവിച്ചു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. പല വീടുകളും തകർന്നു. ആര്യന്റെ വീടും തകർന്നുപോയി. എന്നാൽ അവൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല.
ഞാൻ ജീവിച്ചിരിക്കുന്നതിനും എന്റെ കുടുംബം സുരക്ഷിതമായതിനും പ്രപഞ്ചമേ നന്ദി എന്ന് അവൻ ചിന്തിച്ചു. സ്വന്തമായി ഒന്നുമില്ലാതിരുന്നിട്ടും ആ കുട്ടി എങ്ങനെയാണ് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുന്നതെന്നോർത്ത് ഗ്രാമവാസികൾ ആര്യനെ അത്ഭുതത്തോടെ നോക്കി. ഒരു ദിവസം ഗ്രാമത്തിലെ പ്രായമായ ഒരു സന്യാസി ആര്യനോട് ചോദിച്ചു, നിനക്ക് സ്വന്തമായി ഒന്നുമില്ലെങ്കിലും നീ എന്തിനാണ് എപ്പോഴും സന്തോഷവാനായിരിക്കുന്നത്? ആര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പൂപ്പാ, എനിക്ക് സമ്പത്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ എല്ലാ ദിവസവും നന്ദി പറയുന്നു. എനിക്കൊരു കുടുംബം ലഭിച്ചതിനും ജീവൻ ലഭിച്ചതിനും ഏറ്റവും പ്രധാനമായി ആകാശം, സൂര്യൻ, ഭൂമി തുടങ്ങിയ അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ അവസരം ലഭിച്ചതിനും ഞാൻ നന്ദിയുള്ളവനാണ്. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ നന്ദിയുടെ ശക്തി മറ്റാർക്കും കിട്ടാത്തത് നിനക്ക് നേടിത്തരും. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നന്ദിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിൽ പുതിയൊരു മാറ്റമുണ്ടായി. ഗ്രാമവാസികളും നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആര്യന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നത് അവർ കണ്ടു. അവന്റെ സാഹചര്യങ്ങൾ മാറിയെന്നു മാത്രമല്ല, അവൻ മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി. ഇപ്പോൾ അവൻ ഗ്രാമത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറി. വർഷങ്ങൾക്ക് ശേഷം ആര്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയിലേക്ക് പുറപ്പെട്ടു. അത് അവനെ സമ്പന്നവും സന്തുലിതവുമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു. നന്ദി എന്നത് വെറും വാക്കുകളല്ല, മുഴുവൻ പ്രപഞ്ചത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് അവൻ മനസ്സിലാക്കി. ഇന്നും ആ ഗ്രാമത്തിൽ ആര്യന്റെ പേര് സ്മരിക്കപ്പെടുന്നു. അവന്റെ കഥ ഓരോ ഹൃദയത്തിനും ഒരു പാഠം നൽകുന്നു. ജീവിതത്തിൽ നന്ദി കാണിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതുക. ഈ ഊർജ്ജം വ്യാപിപ്പിക്കുന്നതിനായി ഷെയർ ചെയ്യുക. അതുവഴി മറ്റുള്ളവർക്കും ഇത് അനുഭവിക്കാൻ കഴിയും.